ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആൻഡ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. അതേ ഓർഡറിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ വിശദമായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നും എങ്ങനെയാണ് നമുക്ക് ചാർട്ടിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുക, ആൻഡ് എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സപ്ലൈ എന്താണ്, ഡിമാൻഡ് എന്താണെന്നൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൽ തന്നെയുള്ള ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തുന്നതും അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ട്രേഡിംഗ് റെഫർ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ആൻ അസറ്റ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, ഒരു പ്രൈസിന് ഉള്ള ഒരു ഡിമാൻഡും അതിൻ്റെ ഒരു അവൈലബിലിറ്റിയുമാണ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളോട് കൂടിയിട്ടാണ് ഞാനത് പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു 10 പ്രൊഡക്റ്റുകൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 പ്രൊഡക്റ്റുകൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ 10 പ്രൊഡക്റ്റുകൾക്ക് ഒരു 100 പേര് ഇവിടെ ആവശ്യക്കാരായിട്ടുണ്ട്. ഓക്കെ, ഒരു 100 പേര് ഇവിടെ ആവശ്യക്കാരായിട്ടുണ്ട് ഈ 10 പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഇതിൻ്റെ സപ്ലൈ വളരെ കുറവാണ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ വളരെ കുറവാണ്. ഈ 100 പേർക്കും കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സപ്ലൈ കുറവാണ്, എന്നാൽ അതിനുള്ള ഡിമാൻഡ് ഇവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, 100 പേർക്ക് ഈ സാധനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് ഇവിടെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഈ 10 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന് ഒരുപാട് ആവശ്യക്കാരൂടി ഉണ്ട്. അപ്പോൾ അവർ എന്ത് വില കൊടുത്ത് വേണമെങ്കിലും ഈ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. ഞാൻ പറയുന്ന വിലയ്ക്ക് എനിക്ക് ഈ സാധനം വിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമാണെങ്കിൽ അവിടെ പ്രൈസിന് ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുക. പ്രൈസ് അവിടെ കൂടുന്നതായിരിക്കും. ഇതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി പ്രൈസ് കുറയുന്ന ഒരു സിനാരിയോ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നേരത്തെ ഞാനൊരു 10 പ്രൊഡക്റ്റ് മാത്രമായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 100 പ്രൊഡക്റ്റുകളൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു 100 പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വെറും 10 പേർക്ക് മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമായിട്ടുള്ളൂ. ആകെ ഈ ഒരു 100 പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാരായിട്ട് വെറും 10 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10 ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സാധനം കിട്ടും. 100 എണ്ണം ഉണ്ട്. അപ്പോൾ ആരും തന്നെ അത് തീർന്നു പോവില്ല. അപ്പോൾ എല്ലാവരും പോയി വാങ്ങിയാലും 9 ആളുകൾ പോയി വാങ്ങിയാലും 10ാമത് വരുന്ന ആളുകൾക്ക് അത് കിട്ടാതെ പോകുന്നൊരവസ്ഥ വരില്ല. എല്ലാവർക്കും ഈ സാധനം കിട്ടും. അപ്പോൾ ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സപ്ലൈ കൂടുതലും അതിനുള്ള ഡിമാൻഡ് ഇവിടെ വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വിലയൊന്നും ഇതിനുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അത്ര വലിയ വില കൊടുത്തുകൊണ്ട് ഈ ഒരു 100 എണ്ണം വാങ്ങിക്കാനായിട്ട് ആരും തന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ പ്രൈസ് കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണെങ്കിൽ അവിടെ പ്രൈസ് കുറയും. സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമാണെങ്കിൽ അവിടെ പ്രൈസ് കൂടും. ഇതാണ് പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ പ്രൈസ് ഇൻക്രീസസ്. വെൻ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് പ്രൈസ് ഫോൾസ്. ഓക്കെ, ഡിമാൻഡ് ആണ് സപ്ലൈയേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് ഇൻക്രീസ് ആവുന്നതായിരിക്കും. സപ്ലൈ ആണ് ഡിമാൻഡിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ പ്രൈസ് അവിടെ ഫോൾ ആവുന്നതായിരിക്കും. പ്രൈസ് അവിടെ താഴേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ചാർട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ട്രേഡേഴ്സാണ് ഉള്ളത്. ഒന്ന് റീറ്റെയിൽ ട്രേഡേഴ്സും, 2 ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും. ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും പോലെയൊക്കെ ചെറിയ എമൗണ്ടുകൾ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു 1000, 10000, ലക്ഷമോ 1 കോടിയൊക്കെ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ വലിയ കമ്പനികളാണ്, വളരെ വലിയ ട്രേഡിംഗ് കമ്പനികളാണ്. അവർ ഒരുപാട് ആളുകളുടെ പൈസ വെച്ചുകൊണ്ടായിരിക്കും അവരോട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കോടിക്കണക്കിന് ഓർഡറുകളായിരിക്കും, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വെച്ചുകൊണ്ടായിരിക്കും അവരോട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ നമ്മളെപ്പോലെ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിരിക്കില്ല അവിടെ ബൈ ചെയ്യുക. ഇപ്പോൾ ബിറ്റ് കോയിൻ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ടോക്കൺസ് ആയാലും അവർ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കില്ല അവർ ബൈ ചെയ്യുക. അവർ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും ബൈ ചെയ്യുക. അത്രയും വലിയ എമൗണ്ട് കൊണ്ടായിരിക്കും അവർ ട്രേഡ് ചെയ്യുക. അപ്പോൾ അവരാണ് മാർക്കറ്റിൽ ഈ വളരെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും വളരെ ശക്തമായിട്ടുള്ള ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും എല്ലാം തന്നെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സാണ്.
അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഒഴുക്ക് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ ഡയറക്ഷനിലേക്ക് നീന്തുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സോട് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എപ്പോഴാണ് അവിടെ ഒരു ബൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനാണ് നമ്മൾ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ നമ്മളെ സഹായിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ സഹായിക്കുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. പ്രൈസ് താഴേക്ക് വരാണ്, പ്രൈസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ വന്നിട്ട് അയാൾക്ക് ഒരു എൻട്രി എടുക്കണം. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു 10 കോടി ഉണ്ടെന്ന് വിചാരിക്കാം. 10 കോടി അയാളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ ഈ ഒരു 10 കോടിക്ക് ഇവിടെ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു സാധനം ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് കുറച്ച് ആളുകൾ വേണം. അപ്പോൾ ഈ 10 കോടിക്കും സെല്ല് ചെയ്യാനായിട്ട് ഇവിടെ ആളുകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാളുടെ ഈ 10 കോടി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഇവിടെ എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു കോടി ആയിരിക്കാം ഇവിടെ എക്സിക്യൂട്ട് ആവുക. എന്നിട്ട് അപ്പോൾ 1 കോടി അവിടെ എക്സിക്യൂട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ 1 കോടിയുടെ ഒരു പൊസിഷൻ അവിടെ വരുമ്പോൾ പ്രൈസ് അത്രയും വലിയൊരു ബൈയിങ് പ്രഷർ വരുമ്പോൾ പ്രൈസ് സ്വാഭാവികമായിട്ടും മേലേക്ക് നീങ്ങും. അപ്പോൾ അയാളുടെ ബാക്കിയുള്ള 1 കോടി കൂടി ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. അപ്പോൾ വീണ്ടും പ്രൈസ് മേലേക്ക് പോകും. അപ്പോൾ അയാളുടെ അടുത്ത 1 കോടി കൂടി ഇവിടെ ആയിരിക്കും എക്സിക്യൂട്ട് ആവുക, വീണ്ടും പ്രൈസ് മേലേക്ക് പോകും. അപ്പോൾ ബൈയിങ് പ്രഷർ വരുന്നതോടൊപ്പം തന്നെ പ്രൈസ് ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇയാളുടെ ഈ ഒരു 10 കോടി എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടായിരിക്കും അത് വരുന്നുണ്ടായിരിക്കാം, മാർക്കറ്റിലേക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് അവിടെ കിട്ടില്ല. കാരണം ഈ ഒരു പോയിന്റിൽ അയാൾ ഈ 10 കോടിക്ക് എൻട്രി എടുത്തെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പ്രൈസ് മേലേക്ക് പോകുമ്പോൾ അയാൾക്ക് അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇയാൾ കുറച്ച് എൻട്രീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് താഴേക്ക് വരികയാണ് ആൻഡ് ഈ ഒരു പോയിന്റിലെത്താണ് ഇയാൾക്കൊരു 10 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, 10 കോടി ഇവിടെ ട്രേഡ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാളൊരു 2 കോടി ഇവിടെ ഇറക്കും. 2 കോടി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇറക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? പ്രൈസ് ഇവിടെ നിന്ന് പെട്ടെന്നുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അത്രയും വലിയൊരു ബൈയിങ് പ്രഷർ വന്നതുകൊണ്ട് തന്നെ പ്രൈസ് വളരെ പെട്ടെന്ന് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റോട് കാഴ്ചവെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റ് അവിടെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മളിപ്പോഴുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ പതുക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് പ്രൈസ് പതുക്കെ വീണ്ടും താഴേക്കാനായിട്ട് തുടങ്ങും. ആൻഡ് ഇയാൾ ആദ്യം ബൈ ചെയ്തിട്ടുള്ള അതേ ലെവലിലേക്ക് പ്രൈസ് എത്തുമ്പോൾ, ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് എത്തുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള ബാക്കിയുള്ള ഒരു 2 കോടി കൂടെ ഇവിടെ ഇറക്കും. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇയാൾ ഇവിടെ ഓൾറെഡി ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലെവലിൽ തന്നെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് വീണ്ടും ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഒരുപാട് പേരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രൈസ് വീണ്ടും താഴേക്ക് വരും. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ അയാൾ വീണ്ടും ഇവിടെ ബാക്കിയുള്ളൊരു 4 കോടി കൂടി ഇയാളിവിടെ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇയാളിവിടെ ഒരു എൻട്രി എടുക്കും. വീണ്ടും പ്രൈസ് മേലേക്ക് പോകാനായിട്ട് തുടങ്ങും. ആൻഡ് വീണ്ടും താഴേക്ക് വരും. ഇയാൾ ബാക്കിയുള്ള ആ ഒരു 2 കോടി കൂടി ഇയാളിവിടെ ഇറക്കും. ദെൻ പ്രൈസ് മേലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ഒരു 10 കോടിയും ഒരൊറ്റ ഏരിയയിൽ തന്നെയാണ്, ഒരൊറ്റ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇയാൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്, ട്രേഡ് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ 10 കോടിയും ഈ ഒരു ലെവലിൽ തന്നെയാണ് അയാൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിമാൻഡ് സോൺ എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലാണ് ഡിമാൻഡ് സോൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഒരുപാട് ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് മേലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രൈസ് മേലേക്ക് പോകുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുതലാണ്. സോ ഇതൊരു ഡിമാൻഡ് സോൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സെയിം കോൺസെപ്റ്റ് തന്നെ, മേലെന്ന് താഴേക്ക് പ്രൈസ് വരുമ്പോഴാണ് നമ്മൾ സപ്ലൈ സോൺ ആണെന്ന് പറയാം. അതും കൂടെ ഞാൻ പറയാം. പ്രൈസ് മേലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 കോടിയും കൊണ്ട് ഒരു ട്രേഡറോടേക്ക് വരാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡറോടേക്ക് വരാണ്. അയാൾക്ക് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകണം. സോ അയാൾ ഇവിടെ ചെറിയൊരു എൻട്രി എടുക്കുകയാണ്. പ്രൈസ് സ്വാഭാവികമായിട്ടും ഷോർട്ട് പോസ്റ്റ് എടുക്കുകയാണ്. പ്രൈസ് സ്വാഭാവികമായിട്ടും താഴേക്ക് പോകും. ആൻഡ് കുറേ പേര് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. താഴേക്ക് ഷോർട്ട് എടുത്തിട്ടുള്ളവർ കുറച്ച് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ പ്രൈസ് വീണ്ടും പതുക്കെ മേലേക്ക് പോകും. ആൻഡ് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ അയാൾ വീണ്ടും അടുത്ത ഒരു 2 കോടിയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളെങ്കിൽ ഇവിടെ വീണ്ടും 2 കോടി ഇറക്കും. വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും മേലേക്ക് വരുന്നു. ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ അയാൾ വീണ്ടും അവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. 4 കോടിയുടെ ഒരു ലിമിറ്റ് ഓർഡർ ഉണ്ടായിരിക്കും. പ്രൈസ് വീണ്ടും താഴേക്ക് പോകുന്നു, വീണ്ടും മേലേക്ക് വരുന്നു. അയാൾ ബാക്കിയുള്ള 2 കോടി കൂടെ ഇറക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിമാൻഡ് സോണിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സപ്ലൈ സോൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലൈനായിട്ട് വരച്ച പോലെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് കൃത്യമായിട്ട് ഒരു സപ്ലൈ സോണോ ഡിമാൻഡ് സോണോ നമുക്ക് മാർക്കറ്റിൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല.
അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുക? അതുപോലെ തന്നെ ഇത് ഒരുപാട് തവണ ഇവിടെ 1, 2, 3, 4 ഇത്ര 4 തവണയൊന്നും ഒരു ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് വന്ന് തിരിച്ച് കയറണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു 4 തവണ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഒരു 1, 2 തവണ മാത്രമേ സപ്ലൈ സോണിലേക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോണിലേക്ക് പ്രൈസ് വന്നുകൊണ്ട് അവിടെ നിന്ന് കയറി പോകാറുള്ളൂ. ഇത്രയും വലിയ ടച്ചസ് ഒന്നും അവിടെ ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ടുള്ള മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ പെട്ടെന്ന് വളരെ ശക്തമായിട്ടുള്ള 2 ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ട് പെട്ടെന്ന് പ്രൈസ് ഒന്ന് മേലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ലൈനായിട്ട് വരയ്ക്കാതെ എപ്പോഴും ഒരു ഏരിയ ആയിട്ട് വേണം നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, പ്രൈസ് ഒരിക്കലും ഒരു ഒറ്റ പോയിന്റിൽ വന്നുകൊണ്ട് അത് ആ ഒരു പോയിന്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യില്ല, ആ ഒരു ഏരിയ ആയിരിക്കും പ്രൈസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോൺ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പിന്നീട് ഏത് രീതിയിലാണ് പ്രൈസ് ഇവിടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ പ്രൈസ് ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു റിയാക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നു, പ്രൈസ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് പ്രൈസ് അവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കൊരിക്കലും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ഒരിക്കലും, നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് എന്താ പറയുക, ഏകദേശം ഒരു സാധ്യതകൾ പറയാമെന്നല്ലാതെ നമുക്ക് ഒരിക്കലും അത് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് ഈ പറയുന്ന പോലെ ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് പ്രൈസ് പതുക്കെ താഴേക്ക് വന്നത്. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ആൻഡ് ഇത്തവണ ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് കണ്ടിങ് കണ്ടാലാണ് നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ അവിടെ ഒരു എൻട്രി എടുക്കേണ്ടത്. അതിൻ്റെ കാരണം ഞാൻ വിശദമാക്കി തരാം. അതായത് പ്രൈസ് ഇവിടേക്ക് വരുന്നു, ഈ ഒരു ലെവലിലേക്ക് വരുന്നു. ആൻഡ് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഈ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുക പ്രൈസ് വീണ്ടും ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ, ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടുന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ലെവലിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് നോക്കും. ആൻഡ് നമ്മളതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു ലെവലിന് താഴെയായിട്ട് നമ്മളതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ എൻട്രി ഓപ്പൺ ആവും, ദെൻ മേലേക്ക് കയറി പോകുകയാണെങ്കിൽ പ്രോഫിറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് വരുന്നു. പ്രൈസ് താഴേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു എൻട്രി ഇവിടെ ട്രിഗർ ആയിട്ടുണ്ട്. നമ്മളൊരു എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു എൻട്രി അവിടെ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടക്കം ഹിറ്റ് ആയിക്കൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് കൃത്യമായിട്ട് അറിയാം നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ഏത് രീതിയിലായിരിക്കും ട്രേഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ തന്നെ അവർ മാർക്കറ്റിൽ ഉണ്ടാക്കി തരും നമുക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എവിടെയായിരിക്കും എൻട്രി എടുക്കുക, എവിടെയായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു എൻട്രി ഒരാൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 90% അയാളുടെ സ്റ്റോപ്പ് ലോസുകൾ ഈ ഒരു ഏരിയയിലായിരിക്കും. ഈ ഒരു ഏരിയയിലായിരിക്കും അയാളുടെ സ്റ്റോപ്പ് ലോസുകൾ വരാം. ഈ ഒരു ഏരിയയിലായിരിക്കും അയാളുടെ സ്റ്റോപ്പ് ലോസുകൾ വരാം. അപ്പോൾ ഇവിടേക്ക് പ്രൈസിന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് വരുമ്പോൾ അവർക്ക് വലിയ ക്വാണ്ടിറ്റിയാണ് അവർക്ക് അവിടെ ഒരു എൻട്രി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവർ ആ ഒരു പൊസിഷൻ സെല്ല് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും ആളുകൾ ഇവിടെ സെല്ല് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി അവിടെ അവൈലബിൾ ആയിട്ട് വരികയാണ്. അവർക്ക് അത്രയും വലിയ ക്വാണ്ടിറ്റി ബൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവിടെ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ആ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് അത്രയും വലിയൊരു ക്വാണ്ടിറ്റി ബൈ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവർ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ പ്രൈസ് ഇവിടേക്ക് എത്തുന്നു, ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരുടെ പൊസിഷൻ എക്സിറ്റ് ആവുന്നു, സെല്ല് ചെയ്യുന്നു. ആ സെല്ല് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ബൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ വലിയൊരു ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രൈസിന് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ അവിടെ നിന്ന് അവരുടെ ആ ഒരു ഓർഡർ മുഴുവനായിട്ട് എക്സിക്യൂട്ട് ആവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ എത്രയാണോ 10 കോടിയാണോ അവർക്ക് ട്രേഡിങ്ങിലേക്ക് ഇറക്കേണ്ടത് അല്ലെങ്കിൽ എൻട്രി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള എമൗണ്ട് അവിടെ ഇറക്കാനായിട്ട് പറ്റും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അവർക്ക് ഇറക്കാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇതുപോലൊരു മാനിപ്പുലേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു മാനിപ്പുലേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രൈസ് മുകളിലേക്ക് ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് കണ്ടിങ് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ആ ഒരു ലെവലിന് മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ബുള്ളിഷ് സൈനുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് കിട്ടിയിട്ടുണ്ട്, ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുക. ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു മാനിപ്പുലേഷന് സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാനും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യാനും, അതിന് പിന്നീട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് വളരെ ശക്തമായിട്ട് പ്രൈസ് പിന്നീട് മുകളിലേക്കാണ് പോയിട്ട് നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതകൾ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം എൻട്രി എടുക്കുന്നതായിരിക്കും ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡിമാൻഡ് സോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ടെസ്റ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആൻഡ് ഒരു മാനിപ്പുലേഷൻ കിട്ടുകയാണെങ്കിൽ അതിന് ശേഷം എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോണിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു സപ്ലൈ സോണിൻ്റെ കാര്യം കൂടി നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് വളരെ പെട്ടെന്ന് ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു 1 2 3 4 ഗ്രീൻ ക്യാൻഡിൽസിനെ എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് ഒരു വളരെ വലിയൊരു റെഡ് ക്യാൻഡിലോടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ നമ്മളിവിടെ കവർ ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് വരും, then അവിടെ നിന്ന് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പ്രൈസ് വീണ്ടും മേലേക്ക് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ പ്രൈസിന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നു, റിജക്റ്റ് ആവുന്നു, ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നു. അവിടെ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തുകൊണ്ട് ശക്തമായിട്ട് തന്നെ പ്രൈസ് താഴേക്ക് വരികയാണ്. ആൻഡ് പ്രൈസ് വീണ്ടും മേലേക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് മേലേക്ക് പോകുന്നു. ആൻഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയും ഒരു മാനിപ്പുലേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഷോർട്ട് പൊസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അവരുടെ സ്റ്റോപ്പ് ലോസ് ഒരു 90% അവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിലായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസുകൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇവിടെ ആയിരിക്കും അവരുടെ എല്ലാ ഓർഡേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവിടെ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഈസി ആയിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഷോർട്ട് പൊസിഷൻ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം ഒരുപാട് സ്റ്റോപ്പ് ലോസുകളുണ്ട്, ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് സെല്ലിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനുശേഷം നമുക്ക് നോക്കാം പ്രൈസ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് ഇനിയാണ് നമ്മളിവിടെ എൻട്രി നോക്കേണ്ടത്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു, ഈ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു, ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എൻട്രി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു ബെയറിഷ് സൈൻ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. വീണ്ടും ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ബെയറിഷ് എൻഗൾഫിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബെയറിഷ് എൻഗൾഫിംഗിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയയ്ക്ക് തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിനുശേഷം പിന്നീട് പ്രൈസ് പോയിട്ടുള്ളത് ശക്തമായിട്ട് താഴേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത്. നമ്മുടെ ടാർഗറ്റോട് ഹിറ്റായിട്ട് ശക്തമായിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് സോണിലെത്തുമ്പോൾ പ്രൈസ് വളരെ ശക്തമായിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സപ്ലൈ സോണിലെത്തുമ്പോൾ ഇതുപോലെ പ്രൈസ് ശക്തമായിട്ട് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിലുള്ള എൻട്രീസ് എടുക്കാനായിട്ട് പറ്റും. വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകളും ഈ ഒരു പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് അവിടെ ഏത് രീതിയിലാണ് പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു സപ്ലൈ സോണിലേക്കും ഡിമാൻഡ് സോണിലേക്കും ഓരോ തവണ പ്രൈസ് എത്തുമ്പോഴും ഏത് രീതിയിലാണ് അവിടെ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൃത്യമായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ കണ്ടെത്താനായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറയുന്ന പോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ കണ്ടെത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. കൃത്യമായിട്ട് എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ വീഡിയോസ് കണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതൊന്നും ചാർട്ടിൽ പോയിട്ട് കണ്ടെത്താനും അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും സാധിക്കില്ല. സോ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണുകൾ എന്താണ് എന്നും എങ്ങനെയാണ് നമുക്ക് ചാർട്ടിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൽ ഒരുപാട് വീഡിയോസ് വരാനായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രതീക്ഷയോട് കൂടെ തന്നെ നിർത്താണ്. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.